എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ നാട്ടിലായിരിക്കുമ്പം ഒരുപാട് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടല്ലേ? കല്യാണം, കല്യാണ നിശ്ചയം, നൂലുകെട്ട്, പിറന്നാള് എന്നൊക്കെ പറഞ്ഞിട്ട്. നാട് വിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും കിട്ടുന്ന ഓണവും വിഷുവും ഒക്കെ തന്നെയാണ് അവർക്ക് ആഘോഷമാക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെയൊന്നും ഓണാഘോഷം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിന്ന് ബഹ്റിനിലെ പ്രതിഭ അസോസിയേഷൻ്റെ ഒരു ഓണ പ്രോഗ്രാമിനാണ് പോകുന്നത് കേട്ടോ. ഇപ്പം ചൂടൊക്കെ കുറഞ്ഞ് പയ്യെ തണുപ്പാനുള്ളൊരു സ്റ്റാർട്ടിങ്ങാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പം ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ പുറത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ഇതാ കണ്ടതാണ് ഈ ഒരു പൂവ് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല രസമുണ്ട്. നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ പൂവും കായും ഒന്നും കാണുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖമാണ്. ഇത് കണ്ടോ കുറച്ച് പൂവും പിന്നെ അവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കരുനാരകയില്ലേ അതാണിത്. ഇപ്പം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ ഓണം പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണത് കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്ക് പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ കുട്ടി കുട്ടി ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പരിപാടി പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപാടികൾ ഏതും ആയിക്കോട്ടെ, അത് ഓണമാകാം, വിഷു ആകാം, പെരുന്നാളാകാം, എന്താണെങ്കിലും നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക് ഇങ്ങനത്തെ കൂട്ടായ്മകളുടെയൊക്കെ ഒത്തുചേരലുകളിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള റിലീഫാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഓണത്തിന് നല്ല അധികം ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു പരിപാടിക്ക്. കുട്ടികൾക്കാണെങ്കിലും ഓരോ ആഘോഷങ്ങളും എന്തിനാന്നൊക്കെ അറിയാൻ ഇങ്ങനത്തെ കൂട്ടായ്മകളുടെയും പ്രോഗ്രാംസൊക്കെ വളരെയധികം ഉപകാരപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഇത് മാവേലിയൊക്കെ വന്നിട്ടുണ്ട്. ഈ മാവേലിയായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കസിൻ ചേട്ടനാണ് കേട്ടോ ഈ മാവേലിയായിട്ട് വന്നിരിക്കുന്നത്. മാവേലിയെ കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ നാട്ടിലായിരിക്കുമ്പം വെളുപ്പിനെ അമ്മ എണീപ്പിക്കുന്നത്, വഴക്ക് പറഞ്ഞ് എണീപ്പിച്ചിരുത്തി മാവേലിക്ക് വരാനും വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പന്തമൊക്കെ കൊളുത്തി വെച്ച് വീടിൻ്റെ 4 മൂലയ്ക്കും മധുരമൊക്കെ വെച്ചിട്ട് ഓണത്തിൻ്റെ അന്ന് മാത്രം ഉണ്ടാക്കുന്ന ഒരു മധുരം. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ ഒരു ടൈമിൽ വഴക്കൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചിരുത്തിയോണ്ടാണല്ലോ ഈ ഒരുപാട് നമുക്ക് ഓർമ്മകൾ നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ളത്. ഇനിയിപ്പോൾ വരുന്ന ഒരു ജനറേഷൻ നമുക്കിനി വളർന്ന് വരുന്ന ഒരു തലമുറയ്ക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ അവർക്കൊരു സദ്യ, ഓണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓർക്കാൻ ഒരു സദ്യ ഇല്ലെങ്കിൽ അതിനപ്പുറം പോയാലൊരു ഓണക്കോടി അതൊക്കെ തന്നെയാണല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മൾ ഇപ്പം എൻ്റെ അമ്മയൊക്കെ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്ത പോലെ ആ ഒരു പഴമ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണല്ലേ. നമ്മൾ എന്തായാലും ഇവിടുത്തെ പരിപാടി പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും എനിക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് വേറൊരു ഹോളിൽ പ്രൊജക്ടറിൽ കാണിക്കുന്നുണ്ട്. അതിലും നമുക്ക് ഫോണിലൂടെ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമുക്കൊരു ചായ കുടിക്കാമെന്ന് കരുതി ഒരു ചായയൊക്കെ മേടിച്ചു. ഈ ചായ ഞാൻ വെറുതെ കൈ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാനൊരു വലിയ ചായപ്രേമി എന്നല്ല, ഈ ഒരു ഷോട്ടിന് വേണ്ടി മാത്രം കൈ പിടിച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ ഉടമസ്ഥനിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. മാക്ഡൊണാൾഡ്സ് ആണെന്നോർത്ത് ഇതിന് വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബഹറിനിൽ 200 ബിൽസേ ഉള്ളൂ. നാട്ടിൽ ഒരു 35-36 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സമയം നോക്കുമ്പോൾ 9 മണിയായതേ ഉള്ളൂ. വീക്കെൻഡ്സിൽ നമ്മൾ നേരത്തെ വീട്ടിൽ കയറുമ്പോൾ ഒരു വിഷമം. എന്നാൽ പിന്നെ ഒന്ന് നമ്മുടെ ബഹറിനിലെ ട്രിബ്ലിയിലുള്ള അൻസാർ ഗ്യാലറിയിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ പോയി കുറച്ച് കിളികളും പൂക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നടന്നു. ഞങ്ങളുടെ കുട്ടി ഹീറോ ഞങ്ങളുടെ മോന് അവന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാളിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ആകുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ് കേട്ടോ. ഈ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ അവൻ അതുകൂടെ ഒന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ നടന്നു കുറച്ച് നേരം. ഞങ്ങൾക്കും പിന്നെ ആസ്വാദനത്തിന് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അതിലെ കറങ്ങി നടന്നെല്ലാം ഒന്ന് കണ്ടു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എപ്പോഴും വരുന്നതാണ് കേട്ടോ. 100 പ്രാവശ്യം കണ്ടാലും 101ാമത്തെ പ്രാവശ്യം കാണുമ്പോഴും ഒരു സുഖമാണ്. എന്തായാലും ജീവിതം ഒന്നല്ലേ ഉള്ളല്ലേ. ആരോ പറഞ്ഞ പോലെ ജീവിതം എന്ന് പറയുന്നത് മറ്റാരോ എഴുതിയ ഒരു തിരക്കഥയ്ക്ക് നമ്മൾ കഥാപാത്രങ്ങളാകുന്ന പോലെയെന്നാണ്. നാളെ എന്ത് സംഭവിക്കുന്നില്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പം നമ്മൾ ഉള്ള സമയം നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുക. ഒരു മനുഷ്യന് 2 കഥകളുണ്ടാവുമെന്നാണല്ലേ. ജീവിക്കാൻ ആഗ്രഹിച്ച കഥയും ജീവിക്കുന്ന കഥയും അല്ലേ. അപ്പോൾ ജീവിക്കാൻ ആഗ്രഹിച്ച പോലെ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് നടക്കണമെന്നില്ല. അപ്പോൾ ഉള്ള ജീവിതത്തിൽ നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും കാണാം. ബൈ.